തമാശ കാരണം ഈ സ്വാമിമാരുടെ ഏറെക്കുറെ തോക്ക് സ്വാമിയാണെങ്കിലും നേരത്തെ വന്നിരുന്നു, മറ്റു സ്വാമിമാരൊക്കെ ശരിക്കും തമാശ കൂടിയാണ്. പക്ഷേ ഏറ്റവും എനിക്ക് തോന്നിയത് ആ വിജയരാഘവനായിട്ടുള്ള ഫോട്ടോ വന്നാണ് കുറച്ചുകൂടി ഒരു ഇതായത്. എങ്ങനെയാ അത് CPM അതിനെ വിശദീകരിക്കാൻ ശ്രമിക്കും? അല്ല, CPM വിജയരാഘവനോട് നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം പിന്നീട് പ്രതികരിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞത് വിവിധ ആൾക്കാർ കാണാൻ വേണ്ടി വരുന്നുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് ഇവർ വന്നു, അപ്പോൾ ഫോട്ടോ എടുത്തു എന്നുള്ളതാണ് പുള്ളി ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷേ CPMന്റെ സംസ്ഥാന സെക്രട്ടറി കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്, പുള്ളി നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ്, നമ്മൾ മാധ്യമപ്രവർത്തകർ ചോദ്യം പുള്ളിയോട് ചോദിക്കുന്നില്ല, പക്ഷെ അതിന് മുമ്പ് നിങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് വാർത്ത കൊടുക്കുന്ന കണ്ടല്ലോ, ഇങ്ങനൊരു എന്തോ സഭയായിട്ട് നമുക്ക് ബന്ധമുണ്ടെന്ന്, ഇതാരാണത്, ഏതാണ് ഈ സ്വാമി, നിങ്ങളൊന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഭയങ്കര നിഷ്കളങ്കമായിട്ട് ചോദിച്ചു. എന്താണ് സംഭവിച്ചത് വരും ദിവസങ്ങളിൽ എന്തായാലും വ്യക്തത ഉണ്ടാകും. പടം വന്നാണ് കുറച്ചൊരു അതിന് സമാനമായ പ്രതികരണമാണ് വിജയരാഘവൻ നടത്തിയത്. എന്താണ് സംഗതി എന്നറിയില്ല. പലരും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വരും, അത് ഈ സന്യാസ വേഷം ധരിച്ചവർ, കാഷായ വേഷം ധരിച്ചവർ, ഒപ്പം തന്നെ ക്രൈസ്തവ പുരോഹിതർ, മൗലവിമാർ ആ നിലയ്ക്ക് വരും. അവർ ചിലപ്പോൾ ഫോട്ടോ എടുത്തുനിരിക്കും. അപ്പോൾ ആ നിലയ്ക്ക് ഇവർ ആരാണെന്നത് എനിക്കറിയില്ല. അപ്പം ഇവർ ഒരു സംഘടനയാണോ, ഇവർക്ക് അവിടെ പിന്തുണയുണ്ടോ, അപ്പോൾ ആ നിലയ്ക്കുള്ള ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല. ഫോട്ടോ എടുത്ത് വന്നു, ഫോട്ടോ എടുത്തിട്ടുണ്ടാവാം, സ്വാഭാവികമായി ആ നിലയ്ക്ക് എടുത്തിട്ടുണ്ടാവും. അവരാരാന്ന് പോലും ശ്രദ്ധിച്ചിട്ടില്ല എന്ന നിലയ്ക്കായിരുന്നു വിജയരാഘവന്റെ പ്രതികരണം. 10,000 വോട്ട് നഷ്ടപ്പെടുത്തുമെന്നുള്ളൊരു പേടി കൂടിയാണ്. സ്വാഭാവികമാണത്. ഒരു വർഗീയ കക്ഷിയുടെ പിന്തുണ ഉണ്ട് എന്ന് പുറത്തേക്ക് വാർത്ത വരുന്നത് വലിയ ആശങ്ക. സ്വാഭാവികമായും LDF ഇപ്പൊ ഇന്നിപ്പോൾ വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ പ്രഖ്യാപിച്ചതിനെതിരെ വലിയ തരത്തിൽ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അഖില ഭാരത ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന ഏതോ ഒരു സംഘടന പിന്തുണയ്ക്കുന്നു, 5,000 വോട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നു. അപ്പോൾ പൂർണ്ണമായിട്ട് പടം പുറത്തു വരുന്നു. അപ്പോഴും പൂർണ്ണമായിട്ട് തള്ളിക്കളയാണ്, നമുക്ക് ആ വോട്ട് വേണ്ടേ എന്നാണ്. എന്തായാലും ഈ പിന്തുണ വിവാദമാണ് ഇന്ന് ചർച്ചയായത്. ഒരു പക്ഷേ നാളെ ഇതിൽ ചെറിയ വിവാദങ്ങൾ, ഇതിന്റെ തുടർച്ചകളുണ്ടാവും. അതേസമയം തന്നെ പുതിയ വിവാദങ്ങൾ വരികയും, എന്തായാലും ശക്തമായ പോരാട്ടമാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഓരോ വിവാദങ്ങൾക്കും കൃത്യമായി മറുപടി പറഞ്ഞു പോകാൻ ഓരോ മുന്നണികളും സമയം കണ്ടെത്തുന്നതും അതുകൊണ്ട് തന്നെയാണ്. യെസ്, അതാണ് മുന്നണികൾ തമ്മിൽ പിന്തുണയെ ചൊല്ലിയുള്ള പോരാട്ടമാണ് നടക്കുന്നത്. അസ്ലം പറഞ്ഞതുപോലെ, അവരെല്ലാവരും പറഞ്ഞതുപോലെ ഓരോ ദിവസവും ഓരോ സംഭവങ്ങളും ഓരോ വിവാദങ്ങളുമായി നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിച്ചുകൊണ്ടിരിക്കും.